നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 26,685 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 25 മരണം കൂടി. എറണാകുളത്തും കോഴിക്കോടും നിന്നും 3000-ലധികം കേസുകളുമുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.35%. 7067 പേർക്ക് ഇന്ന് കോവിഡ് ഭേദമായി. എല്ലാ മേഖലയിലും രോഗവ്യാപനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തരേന്ത്യയിലെ വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്തും പരിഭ്രാന്തി പരത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. അത്തരത്തിൽ ഭയചകിതരാകേണ്ട സ്ഥിതിവിശേഷമില്ല. ജാഗ്രത പുലർത്തുകയാണ് പ്രധാനം. ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന വസ്തുതാവിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെയും ജാഗ്രത വേണം. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികൾ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായി മുഖ്യമന്ത്രി. ഒന്നാം ഘട്ടത്തിലും മികച്ച സഹകരണം ലഭിച്ചിരുന്നു. എല്ലാ ആശുപത്രികളിലും കിടക്കകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രി. മൊത്തം കിടക്കകളുടെ 25% കോവിഡ് രോഗികൾക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. പലരും 40-50% വരെ കോവിഡിനായി മാറ്റിവെച്ചിട്ടുണ്ട്. കിടക്കകളുടെ കണക്ക് DMOക്ക് എല്ലാ ദിവസവും കൈമാറണമെന്നും മുഖ്യമന്ത്രി. സർക്കാർ നിശ്ചയിച്ച നിരക്കിലെ സ്വകാര്യ ആശുപത്രികൾ ഫീസ് ഈടാക്കാവൂ എന്നും മുഖ്യമന്ത്രി. ഒരാശുപത്രിയും അമിത ഫീസ് ഈടാക്കരുത്. ഇക്കാര്യം ഉറപ്പാക്കും. ചില ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയുണ്ട്. സർക്കാർ സ്വകാര്യ വ്യത്യാസമില്ലാതെ ആരോഗ്യമേഖല ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്നും മുഖ്യമന്ത്രി. വാരാന്ത്യ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. അവശ്യ സർവീസുകൾക്ക് ഇന്ന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കും തടസ്സമുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാവുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നമ്മളെന്ന് മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി. നിയന്ത്രണങ്ങൾ സ്വമേധയാ ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകണം. മാറ്റിവെക്കാനാകുന്ന പരിപാടികൾ മാറ്റിവെക്കണം. ആരോഗ്യ സംവിധാനത്തിന്റെ കപ്പാസിറ്റിക്കപ്പുറം രോഗവ്യാപനം പോയേക്കാമെന്നും മുഖ്യമന്ത്രി. കോവിഡ് രണ്ടാം തരംഗത്തിൽ ജനിതക മാറ്റം എന്ന വൈറസുകളുടെ സാന്നിധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ ക്വാറന്റീൻ ഉറപ്പാക്കണം. കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്സിജന്റെ കാര്യത്തിൽ കേരളത്തിന് ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി. കിടക്കകളുടെ ദൗർലഭ്യമടക്കമുള്ള കാര്യങ്ങളിലാണ് ആശങ്ക വേണ്ടത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ മാത്രം ഓക്സിജൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാമെന്നതാണ് നിലപാടെന്നും മുഖ്യമന്ത്രി. കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന വാക്സിൻ വില ന്യായമല്ലെന്ന് മുഖ്യമന്ത്രി. 400 രൂപ എന്നത് പല വിദേശ രാജ്യങ്ങളിലെ വിലയേക്കാൾ കൂടുതൽ. 150 രൂപയ്ക്ക് നൽകിയാൽ തന്നെ ലാഭമെന്നായിരുന്നു കമ്പനി ആദ്യം പറഞ്ഞിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചെന്നും മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം. സർക്കാർ നടപടികളോട് യോജിച്ച് പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അവസരത്തിനൊത്ത് സർക്കാരും ഉയരണം. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തരുതെന്നും ചെന്നിത്തല. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെയും പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തി വെന്റിലേറ്റർ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം. ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ വേണം. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നല്ല കാര്യമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അത് പൊതുഫണ്ടാണ്. കോവിഡ് പ്രതിസന്ധിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷം നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര സർക്കാർ കോവിഡ് മാനേജ്മെന്റിൽ വലിയ വീഴ്ചയാണ് വരുത്തിയതെന്നും PK കുഞ്ഞാലിക്കുട്ടി. ലോകരാജ്യങ്ങൾ സ്വന്തം പൗരന്മാർക്ക് പരമാവധി വാക്സിൻ ലഭ്യമാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ കേന്ദ്രം രാഷ്ട്രീയമായി പേരെടുക്കാനാണ് ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തി. വി മുരളീധരനെയും രമേശ് ചെന്നിത്തലയും വിമർശിച്ച മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് മത്സരിക്കുകയാണ് രണ്ടുപേരും. ആശ്ചര്യകരമായ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഏതൊരു പ്രതിപക്ഷ നേതാവിനും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറന്ന് പ്രവർത്തിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി. കോവിഷീൽഡ് വാക്സിന് വില കുറയ്ക്കാനാകില്ലെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ വാക്സിൻ നൽകുന്നത്. പൊതുവിപണിയിൽ ഈ തുകയ്ക്ക് വാക്സിൻ നൽകാനാകില്ല. ആദ്യഘട്ടത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ നിക്ഷേപം ലഭിച്ചതിനാലാണ് കുറഞ്ഞ വിലയ്ക്ക് വാക്സിൻ നൽകാനായതെന്നും വിശദീകരണം. വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ കൂടുതൽ നിക്ഷേപം ആവശ്യമാണെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. നിലവിലെ സ്ഥിതി മനസ്സിലാക്കി ഉൽപാദനം കൂട്ടാനുള്ള ശ്രമം നടത്തുകയാണെന്നും CEO അഡാർ പൂനവാല. അമിത വില ഈടാക്കുന്നുവെന്ന ആരോപണത്തിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശദീകരണം.
ഓക്സിജൻ കിട്ടാതെ ഡൽഹിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ മരിച്ചത് 20 പേർ. 200 രോഗികൾ അപകടാവസ്ഥയിലെന്ന് ആശുപത്രിയിലെ ഡോക്ടർ DK ബലൂജ. അമൃത്സറിലെ നീൽകാന്ത ആശുപത്രിയിലും ഓക്സിജൻ കിട്ടാതെ മരിച്ചത് 5 പേർ. 20ഓളം പേർ ഗുരുതരാവസ്ഥയിൽ. 2 ദിവസമായി ഇവിടെ ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ആശുപത്രി അധികൃതർ. ഡൽഹി സരോജ ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷം. സരോജ ആശുപത്രിയിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെച്ചു. ചികിത്സയിലുള്ളവരെ ഡിസ്ചാർജ് ചെയ്തു. ഡൽഹി ഗംഗാറാം ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ബത്ര ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമമാണ്. 260ഓളം പേരാണ് ഗുരുതരാവസ്ഥയിൽ. ഡൽഹിയിലെ മുൽചന്ദ് ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണ്. 120 രോഗികൾ ഇവിടെ ഗുരുതരാവസ്ഥയിലാണ്. ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നവരെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടതെന്ന് ഡൽഹി ഹൈക്കോടതി. വിതരണം തടസ്സപ്പെടുത്തുന്നത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും പ്രാദേശിക ഭരണകൂടങ്ങളായാലും ആരെയും വെറുതെ വിടില്ല. ഓക്സിജൻ പ്രതിസന്ധി സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ അതിരൂക്ഷ വിമർശനം. കോവിഡ് തരംഗമല്ല, സുനാമിയാണിതെന്നും ഡൽഹി ഹൈക്കോടതി. ഓക്സിജൻ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനും കോടതിയുടെ രൂക്ഷ വിമർശനം. ഡൽഹിക്ക് വാഗ്ദാനം ചെയ്ത ഓക്സിജൻ എപ്പോൾ നൽകുമെന്ന് ചോദ്യം. ക്രയോജനിക് ടാങ്കറുകളുടെ അഭാവമാണ് ഓക്സിജൻ വിതരണത്തിന് തടസ്സമെന്ന് കേന്ദ്രത്തിന്റെ മറുപടി. ഓക്സിജൻ വാക്സിൻ ഇറക്കുമതിക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. കസ്റ്റംസ് ക്ലിയറൻസ് അതിവേഗം നൽകാനും നിർദ്ദേശം. ഓക്സിജൻ അനുബന്ധ ഉപകരണങ്ങൾക്കുള്ള തീരുവയും ഒഴിവാക്കി. ഓക്സിജൻ അനുബന്ധ ഉപകരണങ്ങൾക്കുള്ള സെസ്സും ഒഴിവാക്കി. ഇളവ് 3 മാസത്തേക്ക്. തീരുമാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. വീടുകളിൽ കഴിയുന്ന രോഗികൾക്കും ഓക്സിജൻ ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ വകുപ്പുകളും സഹകരിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ അതിവേഗം എത്തിക്കാൻ ഓക്സിജൻ എക്സ്പ്രസുകൾ ഓടിക്കുമെന്ന് റെയിൽവേ. UP, ഡൽഹി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലേക്കാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ. ഓരോ എക്സ്പ്രസിലും 16 ടൺ വീതം ഓക്സിജൻ ഉണ്ടാകും. ഗുജറാത്തിൽ ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാന്ധിനഗറിലെ ആയുർവേദ ആശുപത്രിയിലാണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഓക്സിജൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ജർമ്മനിയിൽ നിന്ന് 23 ഓക്സിജൻ പ്ലാന്റുകൾ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര തീരുമാനം. ഒരാഴ്ചയ്ക്കകം വിമാനമാർഗം പ്ലാന്റുകൾ എത്തിക്കും. അവശ്യ മരുന്നുകളും എത്തിക്കാൻ ധാരണ. ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ 3.46 ലക്ഷം പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2624 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. മഹാരാഷ്ട്രയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 66,836 പേർക്ക്. ഇന്നലെ മഹാരാഷ്ട്രയിൽ മരിച്ചത് 773 പേർ. 16.53% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് മരണം 5000 കടക്കുമെന്ന് പഠനം. മെയ് മാസം പകുതിയോടെ ഇതുണ്ടാകുമെന്ന് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നു. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ 3 ലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടമായേക്കും. ഇന്ത്യക്കാർക്ക് UAE-യിലേക്ക് യാത്രാവിലക്ക് വന്നതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. കൊച്ചി ദുബായ് ടിക്കറ്റ് നിരക്ക് 2 ദിവസത്തിനിടെ 400 ദിർഹമിൽ നിന്ന് 4000 ദിർഹത്തിലേക്ക് ഉയർത്തി. ഉടൻ തിരിച്ചെത്തേണ്ടവർ ഇനിയും കൂടുതൽ തുക നൽകേണ്ടി വരും. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശവുമായി ക്രൈസ്തവ സഭകളുടെ സർക്കുലർ പുറത്തിറക്കിയ KCBC-യും യാക്കോബായ സഭയും. പള്ളികളിൽ ജനപങ്കാളിത്തം കുറയ്ക്കണമെന്ന് KCBC. ഓൺലൈനിലൂടെ കുർബാനയിൽ പങ്കെടുത്താൽ മതിയെന്ന് യാക്കോബായ സഭ. പെരുന്നാളുകളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശം. കോവിഡ് തീവ്രത കുറയുന്നതുവരെ വിവാഹങ്ങൾ നീട്ടിവെക്കണമെന്നും യാക്കോബായ സഭ. ജനസംഖ്യ ആനുപാതികമായി കണക്കെടുത്താൽ രാജ്യത്തെ ജില്ലകളിൽ ഏറ്റവും അധികം കോവിഡ് വ്യാപനം എറണാകുളം ജില്ലയിൽ. 10,00,000-1300 പേർക്ക് എന്ന നിലയിലാണ് ജില്ലയിൽ പ്രതിദിന കോവിഡ് കേസുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തിയതാണ് ഈ വർധനവിന് കാരണമെന്ന് ആരോഗ്യവകുപ്പ്. എറണാകുളം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാക്കും നടപടി. ICU ഓക്സിജൻ ആവശ്യമുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ രോഗികളെ ജനറൽ ആശുപത്രിയിലേക്കും ആലുവയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റും.
കോവിഡ് ചികിത്സ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മെഡിക്കൽ കോളേജിൽ കോവിഡ് വാർ റൂം തുടങ്ങണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇതിലൂടെ ICU കിടക്കകൾ, ഓക്സിജൻ ബെഡ് എന്നിവയെ പറ്റിയുള്ള വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കി ചികിത്സാ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കണം. മെഡിക്കൽ കോളേജുകളിൽ ഓക്സിജൻ, വെന്റിലേറ്റർ ആവശ്യമായ രോഗികളെ മാത്രം അഡ്മിറ്റ് ചെയ്യണമെന്നും നിർദ്ദേശം. കോവിഡ് ഗുരുതരമായവർക്ക് മാത്രം മെഡിക്കൽ കോളേജിൽ ചികിത്സ പരിമിതപ്പെടുത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന. രണ്ടാം തരംഗം നേരിടാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന 15 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. സമിതി നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കൈമാറി. സാധാരണ രോഗികളുടെ ചികിത്സ പൂർണ്ണമായും ഓൺലൈനായോ ചെറിയ ആശുപത്രികളിലോ നടത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന. മെഡിക്കൽ കോളേജിൽ കോവിഡ് വാർ റൂം വേണമെന്നും ആവശ്യം. മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമെങ്കിൽ പ്രത്യേക ICU സംവിധാനം ഒരുക്കണമെന്നും ഡോക്ടർമാരുടെ സംഘടന. പാലക്കാട് തത്തമംഗലത്ത് നിയന്ത്രണം ലംഘിച്ച് കുതിരയോട്ടം സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പരിപാടി സംഘടിപ്പിച്ചത് അങ്ങാടിവേലയോടനുബന്ധിച്ച്. കേസ് പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം. കുതിരയെ നടത്തിക്കൊണ്ടുപോകാൻ പോലീസ് അനുമതി നൽകിയിരുന്നു. ഓട്ടത്തിൽ പങ്കെടുത്ത ഒരു കുതിര നിയന്ത്രണം തെറ്റി ആൾക്കൂട്ടത്തിലേക്ക് കയറി. കുതിരപ്പുറത്ത് ഉണ്ടായിരുന്നയാൾ തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോവിഡ് തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂരിലെ സംസ്ഥാന ഹജ്ജ് ഹൌസ് വീണ്ടും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രമാക്കി മാറ്റി. രണ്ടാം ഘട്ടത്തിൽ 340 കിടക്കകൾ, ഓക്സിജൻ ഉൾപ്പെടെ സജ്ജമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലോക്ഡൌൺ ദിവസമായി ഇന്ന് നടന്നത് 40 വിവാഹങ്ങൾ. നാളെ 140 വിവാഹങ്ങൾ നടക്കും. വിവാഹങ്ങളെല്ലാം കർശന നിയന്ത്രണത്തോടെ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അന്തർ സംസ്ഥാന സർവീസുകൾ വെട്ടിക്കുറച്ച് സ്വകാര്യ ബസ് ഉടമകൾ. യാത്രക്കാരുടെ കുറവിനൊപ്പം കർണാടകത്തിൽ 50% സീറ്റുകളിൽ മാത്രമേ യാത്രക്കാരെ അനുവദിക്കൂ എന്ന വ്യവസ്ഥയും ബസ് ഉടമകൾക്ക് തിരിച്ചടിയായി. ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്ത് അറ്റകുറ്റപ്പണി നടത്തി വാഹനം വീണ്ടും നിരത്തിലിറക്കിയവർക്ക് കോവിഡിന്റെ രണ്ടാം വ്യാപനം വലിയ തിരിച്ചടിയായി. കോവിഡ് വ്യാപനം രൂക്ഷമായ കൊച്ചി നഗരത്തിൽ പ്രതിരോധ നടപടികൾ ത്വരിതപ്പെടുത്തി നഗരസഭ. കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിക്കുമെന്ന് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പദ്ധതിക്കും നഗരസഭ രൂപം നൽകി. സാങ്കേതിക സർവകലാശാലയിലെ 2-4 സെമസ്റ്റർ ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിക്കും. ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ 2-4 സെമസ്റ്ററുകളുടെ ഓൺലൈൻ ക്ലാസുകളാണ് തിങ്കളാഴ്ച തുടങ്ങുന്നത്. ഈ ക്ലാസുകളുടെ ഷെഡ്യൂൾ ഉടൻ പ്രസിദ്ധീകരിക്കും. ഉയർന്ന സെമസ്റ്ററുകളിലെ ക്ലാസുകൾ മുൻപ് നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് തുടരും. മാറ്റിവെച്ച പരീക്ഷകളുടെ നടത്തിപ്പ് 15 ദിവസമെങ്കിലും മുൻപ് വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും സർവകലാശാല അധികൃതർ. സുപ്രീം കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് N. V. രമണ ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2022 ഓഗസ്റ്റ് 26 വരെയാണ് ജസ്റ്റിസ് രമണയുടെ കാലാവധി. ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസ് S. A. ബോബ്ഡെ വിരമിച്ചത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പൊന്നാപുരം സ്വദേശിയാണ് ജസ്റ്റിസ് രമണ. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ 8 പേർ മരിച്ചു. ചമോലി ജില്ലയിലെ സുംനയിലാണ് പ്രളയമുണ്ടായത്. 384 പേരെ സൈന്യം രക്ഷപ്പെടുത്തി. 6 പേരുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. സംസ്ഥാനത്ത് കുഴൽപ്പണം എത്തിയത് BJPക്ക് വേണ്ടിയാണെന്ന ആരോപണമായി ഇടതുമുന്നണി. തൃശൂർ കൊടകരയിൽ 3.5 കോടി രൂപ കൊള്ളയടിച്ചത് ഗൗരവം. ഉത്തരേന്ത്യൻ മോഡലിൽ കള്ളപ്പണമൊഴുക്കി ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും LDF കൺവീനർ A. വിജയരാഘവൻ. തൃശൂരിൽ തട്ടിയെടുത്ത കുഴൽപ്പണം കോൺഗ്രസിന്റേതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം ഇല്ലായിരുന്നുവെന്നും ചെന്നിത്തല. തൃശൂർ കൊടകരയിൽ വെച്ച് പണം തട്ടിയെടുത്തത് വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസം. 75 മുതൽ 80 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ് വിലയിരുത്തലെന്ന് മുസ്ലിം ലീഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന് ഉന്നതാധികാര സമിതി അംഗവും തിരൂരങ്ങാടി സ്ഥാനാർത്ഥിയുമായ KP M. മജീദ്. കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി SS. ലാലിന്റെ പോസ്റ്ററുകൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ. പോസ്റ്ററുകൾ കണ്ടെത്തിയത് ശ്രീകാര്യം ചാവടിമുക്കിൽ. ഉപേക്ഷിക്കപ്പെട്ട പോസ്റ്ററുകൾ കണ്ടെത്തിയത് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ. കണ്ണൂർ കൂത്തുപറമ്പിൽ 22-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മരിച്ചത് വേങ്ങാടിനടുത്ത് കുരിയോട് മഞ്ജുഷ നിലയത്തിൽ മഞ്ജുനാഥിന്റെ ഭാര്യ സുശീല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ.
തൃശൂർ പൂരത്തിനിടെ ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ അപകടം, 2 പേർ മരിച്ചു. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗങ്ങളായ രമേശ്, രാധാകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ആൽമരം വീണുണ്ടായ അപകടത്തിൽ 27 പേർക്ക് പരിക്ക്. പരിക്കേറ്റ തിമില വിദ്വാൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അടക്കമുള്ളവരെ നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബഹളത്തിനിടെ ആന വിരണ്ടെങ്കിലും ഉടൻ നിയന്ത്രണത്തിലാക്കി. തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിനിടെയാണ് അപകടം. മഠത്തിൽ പരവ് പഞ്ചവാദ്യം പുരോഗമിക്കുന്നതിനിടെ പുലർച്ചെ 12:20 ബ്രഹ്മസ്വ മഠത്തിന് സമീപത്തെ കൂറ്റൻ ആൽമരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. പഞ്ചവാദ്യ സംഘത്തിന്റെയും ദേവസ്വം ഭാരവാഹികളുടെയും പോലീസുകാരുടെയും മുകളിലേക്ക് ആലിന്റെ കൊമ്പ് പൊട്ടിവീഴുകയായിരുന്നു. അപകടത്തിനിടെ വൈദ്യുതി കമ്പി പൊട്ടിവീണെന്ന് പോലീസുകാർ. വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചു. മേളം കഴിഞ്ഞ് എല്ലാവരും മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് അപകടമെന്നും സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ. സ്ഥലത്തെ വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ച് വൻ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചുവെന്ന് സ്ഥലത്തെ വാർഡ് കൗൺസിലർ പൂർണിമ സുരേഷ്. വൻ ശബ്ദത്തോടെയാണ് ആൽമരം പൊട്ടിവീണതെന്നും പൂർണിമ ന്യൂസ് 18നോട്. അപ്രതീക്ഷിത ദുരന്തമാണ് ഉണ്ടായതെന്ന് തൃശൂർ മേയർ MK വർഗീസ്. രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു. ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയെന്നും മേയർ. പോലീസും ഫയർഫോഴ്സും NDRFും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വൻ മരത്തിനോളം വലിപ്പമുള്ള മരക്കൊമ്പാണ് പൊട്ടിവീണതെന്ന് NDRF ഉദ്യോഗസ്ഥർ. ആൽമരം വീണുണ്ടായ അപകടത്തെ തുടർന്ന് പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഉപേക്ഷിച്ചു. വെടിമരുന്ന് കൂട്ടത്തോടെ കത്തിച്ചു കളഞ്ഞു. 2000ഓളം കുഴികളിലാണ് വെടിക്കോപ്പുകൾ നിക്ഷേപിച്ചിരുന്നത്. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. പൂരത്തിനിടെ ആൽമരം വീണ് അപകടമുണ്ടായതിനെ തുടർന്ന് പകൽപൂര ചടങ്ങുകൾ വേഗത്തിലാക്കി. വാദ്യമേളങ്ങൾ കുറച്ചു. തിരുവമ്പാടിയും പാറമേക്കാവും ഓരോ ആനയെ മാത്രം എഴുന്നള്ളിച്ചായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തുടർന്ന് പടിഞ്ഞാറേ നടയിലെത്തി ഇരുവിഭാഗവും ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം 2022 മെയ് 10 നടക്കും. UGC മുൻ ചെയർമാൻ അരുൺ നിഗവേക്കർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വിദ്യാഭ്യാസ ഭൗതിക ശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയനായിരുന്നു.